സിന്ധൂസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു നാരങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നാരങ്ങ വെള്ളയ്ക്ക് ഇടുന്നതാണ് കേട്ടോ അതിന് പറയുക. നല്ല മഞ്ഞ കളറിലുള്ള അച്ചാറാണ്. ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അധികം കയ്പൊന്നുമില്ലാത്ത ഈ ഒരു നാരങ്ങച്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. നാരങ്ങ അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിൽ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം പഴുത്തിട്ടുള്ള നല്ല മഞ്ഞ നിറത്തിലുള്ള തൊലിയോട് കൂടിയിട്ടുള്ള ചെറുനാരങ്ങ വേണം കേട്ടോ എടുക്കാനായിട്ട്. പച്ച കളറിലുള്ള തൊലിയൊക്കെ ഉണ്ടാവില്ല, അധികം പഴുക്കാത്ത ചെറുനാരങ്ങ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു നാരങ്ങ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചാർ നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറുനാരങ്ങ വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നാരങ്ങ നന്നായിട്ട് കഴുകിയിട്ടൊക്കെ തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണുണ്ട്. ഇപ്പോൾ അതേ ചെറുനാരങ്ങ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. കുരുണ്ടെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ പാകത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ 4 കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോണ്ട് വലുപ്പമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ കല്ലുപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. സമയം ഉണ്ടെങ്കിൽ അതിൽ കൂടുതലൊക്കെ വെക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ഒരു അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഇഞ്ചി ഞാനിവിടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 6 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാറിന് പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം പച്ചമുളകൊക്കെ എടുക്കാനായിട്ട്. ഈ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണ എടുക്കട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അച്ചാർ കുറേ നാളൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്യണതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊന്നും ചീത്തയായി പോകില്ല. ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു അച്ചാർ കുറേ നാളൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കണവരാണെങ്കിൽ ഈ ഒരു കറിവേപ്പില ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയാവും എന്നൊക്കെയാണ് പറയുക. ഞാൻ ഈ ഒരു അച്ചാർ പെട്ടെന്നൊക്കെ ഉപയോഗിച്ച് തീർക്കട്ടെ. അപ്പോൾ അത് കാരണമാണ് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കായംപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല. സാധാരണ നാരങ്ങച്ചാറൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാറിൽ എരിവുണ്ടാവുക ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ വിനിഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. അത് നല്ലോണമൊക്കെ ഒന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ചിട്ടൊക്കെ വരണം. വിനിഗറൊക്കെ തിളച്ച് വന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഒരു അച്ചാർ നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കുള്ളൂ. അതിപ്പോൾ ഈ ഒരു നാരങ്ങച്ചാർ മാത്രമല്ല കേട്ടോ, ഏത് അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെങ്കിലും വിനീഗർ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കേണ്ടത് നല്ലതായിരിക്കും. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുനാരങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇതിലോട്ട് പിന്നെ ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഒരല്പം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലത്തെ ആ ഒരു കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ തിളച്ച് വരും കേട്ടോ. അങ്ങനെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു നാരങ്ങയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ജ്യൂസൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഒരു വെള്ളം പോലെയാകും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കണം. എന്നാലാണ് ഈ ഒരു നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ഈ ഒരു നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങച്ചാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നല്ല ചൂട് കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചാറാണ്. കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നാരങ്ങയുടെ തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്